എൻ്റെ പേര് ജാസ്മിൻ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ഒരു തക്കാളിയാണ് മന്തി മസാല, ക്യാപ്സിക്കം 1/2 പകുതിയാണ്, മാഗി ക്യൂബ്, കറിവേപ്പില, സൺഫ്ലവർ ഓയിൽ. നല്ലോണം കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ലോണം മിക്സാക്കുക. 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ശരിക്കും ഇത് ഓവർനൈറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിക്കനിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വരും. ഇപ്പോൾ നമുക്ക് ടൈം കുറവായതുകൊണ്ട് ഇത് 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കന് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിടുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ അവിടുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച സെല്ല റൈസിൻ്റെ വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അരി വേവിക്കാൻ വെള്ളത്തിന് പ്രത്യേക കണക്കൊന്നുമില്ല. നമ്മൾ സാധാ ചോറ് വെക്കും പോലെ നമ്മൾ വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണിത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടച്ചു വെക്കുക, വെള്ളം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ എന്തായി എന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ചിക്കൻ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി, ഉപ്പ് വേണ്ട, നമ്മൾ ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാഗി ക്യൂബിൻ്റെ ഉപ്പും അതിന് വരും. കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അരി വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കാം. 1/2 മണിക്കൂർ കുതിർന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം വെച്ച ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്ക് കോരി മാറ്റാം. ഇത് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. അടുത്ത ബാച്ചോ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് ഫുള്ളും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അരി വേവട്ടെ. അപ്പോൾ അരി വെന്തോന്ന് നോക്കാം. അരി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അതിനു മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് ദം ചെയ്യാൻ എടുക്കാനാണ്. റൈസ് ഇതിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ദം ഇടുമ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ വേവിച്ച മസാല കുറച്ച് ഇതിലിടുക. കുറച്ച് മന്തി മസാലയും റൈസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാർക്കോള്, കുറച്ച് ഓയിൽ ഒഴിക്കുക, മൂടി വെക്കുക. അപ്പോൾ നമ്മൾ കനൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട്. മൂടി തുറന്ന് കനലെടുത്ത് മാറ്റാം. ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ സ്വാദിഷ്ടമായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക.